Hello all. We are now moving to the next module, which is frames of reference. നമ്മൾ ഇതിന് മുന്നേ ഡീൽ ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു. ബട്ട് ആക്ച്വലി ദിസ് ഈസ് ദ ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് യുവർ സിലബസ്. മെക്കാനിക്സ് എന്താണ്? മെക്കാനിക്സിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന അതിലെ ആദ്യത്തെ ഭാഗമാണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മൈക്രോ വേൾഡിലേക്ക് പോയപ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സിലേക്ക് വന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസ് കിടക്കുന്നത് ഈ ഒരു ലെസണിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഫ്രെയിംസ് ഓഫ് റെഫറൻസ് നിങ്ങളൊരു പക്ഷേ ഇത് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. ഫ്രെയിം എന്താണ്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഒന്ന് ഐഡിയ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. ഐ തിങ്ക് എവരി വൺ ഹാസ് ഗോൺ ത്രൂ ദ വീഡിയോ ദാറ്റ് ഐ ഹാവ് പോസ്റ്റഡ് യെസ്റ്റർഡേ. And it was about the introduction to frames of reference, and it was some illustrations about different kinds of frames of reference which are usually observed in our day-to-day life. And from that observations, the explanation about frames of reference are given in that video. And here in this class, I'm going to sum up those things. The same idea which were dealt in that video, same thing I am going to sum up here, and we can see some more aspects about this frames of reference. So for studying this frame of reference, first of all you have to consider a very simple example that a person is sitting in a bus. I'm not going to draw a big bus, but വളരെ ചെറിയൊരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാൾ ബസ്സിൽ ഒരു പേഴ്സൺ ഇരിക്കുന്നു. പുറത്ത് ബസ് വെയിറ്റിംഗ് ഷെഡിൽ ഒരാൾ ഉണ്ട്. ലെറ്റ് എ ബി ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ബസ് ആൻഡ് ബി ബി ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ബസ് വെയിറ്റിംഗ് ഷെഡ്. സോ ദിസ് ബസ് ഈസ് മൂവിങ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ യൂണിഫോം മോഷൻ. This bus is executing a uniform motion. It is in uniform motion and the bus is moving. Person A is sitting in the bus. Person B is standing outside the bus, or he is in the bus waiting shed. With respect to this bus, the person A is at rest. But with respect to the person B, the person A is moving. Right? അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിളാണ്. എ എന്ന ആൾ ബസ്സിനകത്തിരിക്കുകയാണ്. ബി എന്ന ആൾ ബസ്സിന് പുറത്ത് ബസ് വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ്. ഈ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ ദ ബസ് അപ്രോച്ചസ് ദിസ് പാസഞ്ചർ ഓർ വെൻ ഇറ്റ് മൂവ്സ് ത്രൂ ദിസ് റോഡ്, ദ പാസഞ്ചർ ബി at the bus waiting shed, the person B at the bus waiting shed, when he sees the person A, he is moving. Person A is moving. But for this bus, with respect to this bus, ബസ്സിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സൺ എ റെസ്റ്റിലാണ്. ഹി ഈസ് നോട്ട് മൂവിങ്. വാട്ട് ഈസ് ദ റീസൺ? ദ റീസൺ ഈസ് ദാറ്റ് മോഷൻ ഇസ് നോട്ട് എ ഡെഫിനിറ്റ് തിങ്. ഈ മോഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ റെസ്റ്റ് ആയിരിക്കുക അല്ലെങ്കിൽ മോഷനിലായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് വി ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് റെഫറൻസ് ടു സം പേഴ്സൺ ഓർ സംതിങ്. Okay, rest and motion can be defined only with respect to something, and this something is called frame of reference. Okay, അപ്പോൾ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ, ഇത് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു പെർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ പെർട്ടിക്കുലർ പേഴ്സൺ, എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇതിനെ പറയാൻ കഴിയുള്ളൂ. സോ ഒരു റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തിനെങ്കിലും റിലേറ്റഡ് ആയിട്ട് നമ്മൾ റെസ്റ്റിനെയോ മോഷനെയോ പറയുന്നു. ആ എന്തിനു റിലേറ്റഡ് ആയിട്ടാണോ നമ്മൾ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. ആ വാക്കിൽ തന്നെ ഉണ്ട് എല്ലാം. നമ്മളൊരു റെഫറൻസ് ആയിട്ട് എന്തിനെയാണോ സെലക്ട് ചെയ്യുന്നത് അതിനെയാണ് റെഫറൻസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് whether it is in motion or it is in rest എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണോ അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ദെർഫോർ നമ്മൾ സാധാരണയായിട്ട് ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സിസിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുക.
with respect to which the position or motion of any particle or event in a space can be specified. Okay. അതായത് ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിനെ വിത്ത് റെഫറൻസ് ആയിട്ടാണ് നമ്മളൊരു മോഷനാണോ അല്ലെങ്കിൽ റെസ്റ്റ് ആണോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ റെഫറൻസ് ആക്കി വയ്ക്കുന്നത് ആ ഒബ്ജക്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം, അതാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് അതേതോ ആയിക്കൊള്ളട്ടെ, ആ ഒബ്ജക്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഫ്രെയിം ഓഫ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. Okay, usually we take a set of coordinate axes fixed to a rigid body as the frame of reference with respect to which the position or the motion of any particle or any event in space can be specified. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ റെസ്റ്റിലാണോ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് അത് ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ട ആക്സിസുമായി ബന്ധപ്പെട്ടാണ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞു എ എന്ന് പറയുന്ന വ്യക്തി, ബസ്, ബി എന്ന് പറയുന്ന വ്യക്തി, ഇവരാണ് ഈ സീനിലുള്ളത്. ബി എന്ന് പറയുന്ന വ്യക്തിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കോർഡിനേറ്റ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, എ മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയും. എലോങ് എക്സ് ആക്സിസ് ആണിത് മൂവ് ചെയ്യുന്നത്. ബട്ട് if you are talking about a coordinate system which is fixed with this bus, ഈ ബസ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ that person A is not at all moving. Okay, if you are talking about the motion of this person A with respect to a coordinate system which is fixed in this rigid body, in this man, then you can say that that person is moving along the x-axis with some uniform velocity or something like that. So motion നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഓർ എനിത്തിങ് ക്യാൻ ബി സ്പെസിഫൈഡ്, ക്യാൻ ബി specifically set only with respect to something which is a coordinate system which is fixed to some reference things, reference objects or reference rigid bodies. Hence a system of coordinate axes which defines the motion of a particle or an event in 2 or 3 dimensional space is called frame of reference. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിസിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കോഓർഡിനേറ്റ് ആക്സിസ് വിച്ച് ഡിഫൈൻസ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ ആൻ ഇവൻറ്റ് ഇൻ 2 or 3 dimensional space is called a frame of reference. അപ്പോൾ ഇതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇയാൾ എവിടെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികൾ മാറും, റെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികൾ മാറും. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഈസ് അബൌട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്. ജനറലി വാട്ട് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ്, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം, ഏത് റെഫറൻസ് ഫ്രെയിം നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൺവീനിയൻസ് ഓഫ് ദ പ്രോബ്ലം. ഓക്കെ, നമ്മൾ എടുക്കുന്ന പ്രോബ്ലം ഏതാണ്, അതിന് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് ഫ്രെയിമാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. Okay, so the choice of reference frame depends upon the convenience of the problem. That means a frame of reference employed is in which the motion are easy to describe. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ്, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ മോഷനെ ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, ഈസിലി എക്സ്പ്ലെയിനബിൾ ആവണം, ഈസിലി എക്സ്പ്ലെയിനബിൾ ആയിരിക്കണം ആ മോഷൻ. അതായത് ഈ റെഫറൻസ് ഫ്രെയിമിൽ നമ്മൾ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് എ മോഷൻ ഓർ റെസ്റ്റ്, അതേതായാലും അത് ഈ റെഫറൻസ് ഫ്രെയിമിൽ നമുക്ക് ഈസി ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അതിൽ നിന്ന് എടുക്കേണ്ട ക്വാണ്ടിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള ഫ്രെയിമാണ് നമ്മൾ യൂഷ്വലി സെലക്ട് ചെയ്യുക. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ. നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റെപ്പാണ് എപ്പോഴും എടുക്കുക? നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുക അല്ലേ. അതേപോലെയാണ് ഇവിടെയും ഫ്രെയിം ഓഫ് റെഫറൻസ്. പ്രോബ്ലം പല രീതിയിലുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞതൊരു പ്രോബ്ലമാണ്. ബസ്സിലിരിക്കുന്ന യാത്രക്കാരൻ, അയാളൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല, ബട്ട് ഹീസ് എ പ്രോബ്ലം ഫോർ ക്ലാസിക്കൽ മെക്കാനിക്സ് ബിക്കോസ് ഹീസ് മൂവിങ് ഇൻ എ ബസ് വിച്ച് ഈസ് ഇൻ യൂണിഫോം മോഷൻ. സോ ഇറ്റ് ഈസ് എ പ്രോബ്ലം. സോ എന്താണ് അയാളുടെ മോഷൻ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യലാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം. സോ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദറ്റ്
motion, you have to select, first of all, you have to select a frame of reference. You may select a frame of reference which is fixed to a person outside the bus, or you may take a frame of reference which is fixed to the bus. അപ്പോൾ ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം? ബസ്സുമായി ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ബസ്സിനെ വെച്ച് റെഫറൻസ് ഫ്രെയിം ആക്കി നമ്മൾ നോക്കിയാൽ അയാൾ റെസ്റ്റിലാണ്. ഇനി പുറത്തിരിക്കുന്ന ഒരാളുമായിട്ട് അയാൾ റെഫറൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മാൻ ഈസ് ഇൻ മോഷൻ. അപ്പോൾ കുറച്ച് കൂടുതൽ കാൽക്കുലേഷൻസ് വേണ്ടി വരും. സോ ബെറ്റർ ടു ടേക്ക് ദ ബസ് ആസ് ദ റെഫറൻസ് ഫ്രെയിം സോ ദാറ്റ് മാൻ ഈസ് അറ്റ് റെസ്റ്റ്. നിങ്ങൾക്ക് വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് ബസ് റിലേറ്റ് ചെയ്ത് റെഫറൻസ് ആക്കി എടുക്കാൻ പറ്റില്ല. കാരണം ബസ് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മോഷൻ, ദാറ്റ് മാൻ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത വെലോസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങളാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് നെവർ ടേക്ക് ബസ് ആസ് ദ റെഫറൻസ് ഫ്രെയിം. ഇൻസ്റ്റെഡ് യു ഹാവ് ടു ടേക്ക് ദാറ്റ് മാൻ സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ബസ് ആസ് ദ റെഫറൻസ് ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണ്, നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ കൺവീനിയൻസ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെഫറൻസ് ഫ്രെയിംസ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഹോപ്പ് ദ തിങ് ഈസ് ക്ലിയർ. ഇത്രയൊന്നും ഇൻട്രഡക്ഷൻ്റെ കേസിൽ ആവശ്യമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബട്ട് ദിസ് ഇസ് ദ ബേസിക് ഓഫ് വാട്ട് ഈസ് കോൾഡ് മെക്കാനിക്സ്. നമ്മൾ എന്താ പറയുക, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ആൽബർട്ട് ഐൻസ്റ്റീനും ന്യൂട്ടണും അങ്ങനെ ഒരുപാട് പേര് സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. ഈ റിലേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ഫിസിക്സിൻ്റെ എന്താ പറയുക സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്, ഫിസിക്സിലേക്ക് കടന്നു കയറാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. ഇതൊക്കെ നന്നായി പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നന്നായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് മോഷൻ, വാട്ട് ഈസ് റെസ്റ്റ്, and with respect to what the motion is explained, the points like that. അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഇനി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എയ്റോപ്ലെയിൻ്റെ മോഷൻ ഓഫ് ആൻ എയ്റോപ്ലെയിൻ, ഇഫ് യു ആർ കൺസിഡറിങ് ദാറ്റ് മോഷൻ ഓഫ് ആൻ എയ്റോപ്ലെയിൻ. So when you consider that motion, this position of an airplane, it can be specified with respect to a coordinate system which is fixed on the earth at a particular point. നമ്മൾ യൂഷ്വലി ഈ എയ്റോപ്ലെയിനിൻ്റെ പൊസിഷൻ പല സമയത്തും നമുക്കതിൻ്റെ കൺട്രോൾ, എയർ ട്രാഫിക് കൺട്രോളിൽ ATCയിൽ ആവശ്യമാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ATCയിൽ നിന്നുള്ള കൺട്രോളിന് വേണ്ടി നമ്മൾ അതിൻ്റെ പൊസിഷൻ എന്താണ്, നമുക്ക് ഓരോ മൈക്രോ സെക്കൻഡിലും അതിൻ്റെ പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, എന്ത് വെച്ചാണ് നമ്മൾ പറയുക? നമ്മൾ എയ്റോപ്ലെയിനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞൊരു ഒരു കോർഡിനേറ്റ് സിസ്റ്റം മതിയോ അതിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട്? ഇല്ല. ബട്ട് അവർ എയിം ഈസ് ടു ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് ആവശ്യം. എന്നാലേ നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ വി ഹാവ് ടു ചൂസ് എ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഈസ് ഫിക്സഡ് ഓൺ എർത്ത്. ഓക്കെ, എർത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഒറിജിനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ റെഫറൻസ് ഫ്രെയിം ഫോർ ദാറ്റ് മോഷൻ. Then if you are considering motion of another motion, that is motion of electron around nucleus in an atom, around nucleus in an atom. So when you consider that case, motion of electron in an atom around the nucleus, so this motion is usually measured with reference to a coordinate system which is attached to the nucleus. Obviously അതായിരിക്കുമല്ലോ. If that coordinate system is attached on electron, what will happen? That electron will not be moving. But when a person who is sitting on the electron, നമുക്കൊരിക്കലും ഇലക്ട്രോൺ ഇരിക്കാനൊന്നും കഴിയില്ല, but you just imagine that you are sitting on the electron. What you will be observing? നിങ്ങൾ എന്താ കാണുന്നത്? ഇലക്ട്രോൺ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിരിക്കുന്നത് ഇലക്ട്രോണിൻ്റെ പുറത്താണ്. സോ വിത്ത് റെസ്പെക്ട് ടു യു, ദാറ്റ് ഇലക്ട്രോൺ ഈസ് അറ്റ് റെസ്റ്റ്. ബട്ട് വാട്ട് വിൽ ബി മൂവിങ്? ന്യൂക്ലിയസ് വിൽ ബി മൂവിങ്, ബിക്കോസ്
പൊസിഷൻ ഈസ് ചേഞ്ചിങ്. സോ നിങ്ങൾ വിചാരിക്കുക ന്യൂക്ലിയസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലായിരിക്കണം നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങൾ ന്യൂക്ലിയസിലിരുന്നാൽ നോക്കുന്നതെങ്കിലോ നിങ്ങളുടെ ചുറ്റും ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ യു ഹാവ് ടു ചൂസ് എ റെഫറൻസ് ഫ്രെയിം വിച്ച് ഈസ് ഫിക്സഡ് ഇൻ ന്യൂക്ലിയസ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലം നമ്മുടെ കൺവീനിയൻസ്, ഞാൻ ആദ്യം പറഞ്ഞു, യു ഹാവ് ടു ടേക്ക് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് അക്കോർഡിംഗ് ടു ദ പ്രോബ്ലം. യു ഹാവ് ടു ടേക്ക് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻസ്. ഇതൊക്കെ എന്താണ്, ഈ കൺവീനിയൻസ് എന്താണ്, ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. ഓരോ എക്സാമ്പിൾ എടുത്താലും അതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള എന്താ പറയുക രീതിയിൽ നമ്മൾ ഈ റെഫറൻസ് ഫ്രെയിം ഫിക്സ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇഫ് യു are studying the motion of planets, വളരെ സിമിലർ ആയിട്ടുള്ള എക്സാമ്പിളാണ് മോഷൻ ഓഫ് പ്ലാനറ്റ്സ്. What is that case? Planets are revolving around the sun. So motion of the planets are studied with reference to a coordinate system which is attached to sun. അല്ലേ? ഇതേപോലത്തെ കേസാണ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമാണെങ്കിൽ അതിൻ്റെ മോഷൻ പഠിക്കണം, അതിൻ്റെ വെലോസിറ്റി പഠിക്കണം, അതിൻ്റെ പാത്തിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സിറ്റ് ഓൺ ദ ന്യൂക്ലിയസ് ഓർ യു ഹാവ് ടു സ്റ്റഡി ദ തിങ്സ് വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഇസ് ഫിക്സഡ് ഓൺ ദ ന്യൂക്ലിയസ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ തിങ്. സോ അപ്പോൾ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ ന്യൂക്ലിയസിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. ദെൻ ദ നെക്സ്റ്റ് തിങ് പറഞ്ഞ അതേപോലെ തന്നെയാണ് when you come to the case of planets. These planets are revolving around the sun. So when the planets are revolving around the sun, you have to എന്താ പറയുക, fix the coordinate system at the center of the sun. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ കഴിയുള്ളൂ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മോഷനെ പറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫിക്സഡ് ഓൺ സൺ ആയിരിക്കണം. സോ ഇതിനെയാണ് നമ്മൾ ഹീലിയോസെൻട്രിക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. This is called heliocentric. What is meant by heliocentric? Sun at the center എന്നാണ് ഉദ്ദേശിക്കുന്നത്. So it is heliocentric frame of reference. ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇതിനെയൊക്കെ ഈ ടൈപ്പിലുള്ളതിനെയൊക്കെ നമ്മൾ ഹീലിയോസെൻട്രിക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. Because it comes from this idea of planetary motion. Planets are revolving around the sun. So in order to study every detail about the planetary motion, you need to consider the frame of reference which is fixed on sun. Then only you can study the motion of planets. You can study different parameters related to the motion of planets, etc. So the coordinate system should be fixed on sun. Such a frame of reference in which the coordinate system is fixed on sun is called heliocentric frame of reference. Okay, so that is the main things that you have to consider about different types of ordinary motions or ordinary things and the choice of frames of reference in such examples. അപ്പോൾ ഈ എക്സാമ്പിളുകളുടെ ഇതിലും ഒരുപാട് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഡെയിലി ലൈഫിൽ തന്നെ. ഞാൻ കുറച്ചെണ്ണം മാത്രം പിൻ പോയിൻ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്യുന്നത്, ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.